Thank you so much. Thank you. Thank you. ഇന്നത്തേത് നമ്മൾ ഹണി ചേച്ചിക്ക് കൊടുത്ത കേക്കിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ആദ്യം നമുക്ക് സ്പഞ്ച് റെഡിയാക്കാം. സ്പഞ്ച് ഉണ്ടാക്കുമ്പോൾ തൊട്ട് എന്താണെന്ന് അറിഞ്ഞൂടാ, എനിക്ക് ചെറിയൊരു ടെൻഷനുണ്ട്. ലാസ്റ്റ് ആഡ് ചെയ്യുന്നത് ചെറിയൊരു ചൂടോട് കൂടിയ മെൽറ്റ് ചെയ്ത ബട്ടറാണ്. ഏത് ഫ്ലേവർ വേണം അല്ലെങ്കിൽ ഏത് ഡിസൈൻ വേണം എന്നൊന്നും നമ്മൾ ചോദിച്ചിട്ടില്ല. ഹണി ചേച്ചിക്ക് വൈറ്റ് ഒരുപാട് ഇഷ്ടമാണ്, പിന്നെ ഹരിതാപം പച്ചപ്പൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്നൊരു ഐഡിയ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ പ്ലാനെല്ലാം വർക്കൗട്ട് ചെയ്തത്. ഫ്ലേവർ നമ്മുടെ ബെസ്റ്റ് സെല്ലറായ ഫ്രഷ് ഫ്രൂട്ട്സ് പ്ലസ് വാനില സോസ് ഫില്ലിംഗ് ആയിട്ട് വരുന്ന കേക്കായിരുന്നു ഞാൻ സെലക്ട് ചെയ്തത്. അതെന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല എന്നെനിക്ക് തോന്നി. ഫ്രഷ് ഫ്രൂട്ട്സിൽ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ആപ്പിൾ, പൊമോഗ്രാനൈറ്റ്, ഏത്തപ്പഴം, കിവി, പിന്നെ പ്ലം, ഇതൊക്കെയാണ് മെയിനായിട്ടും എടുത്തത്. പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ പ്രോസസ്സ് ചെയ്തെടുത്ത ഫ്രഷ് പൈനാപ്പിളും ഫ്രഷ് മാംഗോയുടെ ക്രഷ് കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ലാസ്റ്റ് ആഡ് ചെയ്തത് ഷുഗർ സിറപ്പാണ് കേട്ടോ. ലെമൺ ആഡ് ചെയ്ത് കുറച്ച് ടൈറ്റ് ആയിട്ട് എടുത്ത ഷുഗർ സിറപ്പ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് സെറ്റാകാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പം നമ്മുടെ കേക്ക് ബേക്കൊക്കെ ആയി ചൂടാറി റെഡിയായി നമ്മളെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിപ്പുണ്ട്. അപ്പം അവനെ ഒന്ന് നമുക്ക് സെറ്റാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ പരിപാടി തുടങ്ങാം. ഹണി ചേച്ചിയുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് കേക്ക് കൊടുക്കാൻ ചാൻസ് കിട്ടിയപ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ഡിസൈൻ ഇത് തന്നെയായിരുന്നു. ഒരു ചെറിയൊരു പോട്ട്, അതിന് ഉള്ളിൽ കുറച്ച് റോസ് ഫ്ലവേഴ്സ്, അത് തന്നെയായിരുന്നു. പിന്നെ കളർ ഏത് വേണമെന്ന് കൺഫ്യൂഷൻ വേണ്ടായിരുന്നു. വൈറ്റ് ഇഷ്ടമായതുകൊണ്ട് എന്തായാലും വൈറ്റ് തന്നെ ചൂസ് ചെയ്യാമെന്നാണ് ഞാൻ തീരുമാനിച്ചത്. ഫില്ലിംഗ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച മിക്സഡ് ഫ്രഷ് ഫ്രൂട്ട്സും വാനില സോസും വൈറ്റ് ചോക്ലേറ്റ് മൂസും, അത് കൂടാണ്ട് ആ ഒരു ചെറിയൊരു ക്രഞ്ചിനെസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പിസ്താഷ്യോയും കൂടിയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. കേക്ക് ഒരുപാട് സൈസിൽ ചെയ്യാൻ പ്ലാൻ ഇല്ലായിരുന്നു. പിന്നെ ഒത്തിരി സൈസിനേക്കാൾ നല്ലത് ചെറുതായിട്ടിരിക്കുമ്പോഴാണ് കാണാൻ ക്യൂട്ട്. പക്ഷെ ഞാൻ ചെയ്ത് വന്നപ്പോൾ പ്രതീക്ഷിച്ചതിലും കുറച്ചുകൂടെ വലുതായിപ്പോയി. പിന്നെ ഒത്തിരി സൈസ് കൂടിക്കഴിഞ്ഞാലും നമുക്ക് അവിടം വരെ കൊണ്ട് എത്തിക്കണമല്ലോ, സേഫായിട്ട് എത്തുന്നതാണല്ലോ ഏറ്റവും പ്രധാനം. ഇവിടെ നിന്നൊരു 45 കിലോമീറ്റർ ഉണ്ട്, ഏകദേശം ഒരു 1.5 അവർ എന്തായാലും എടുക്കും. അപ്പം അതവിടെ സേഫായിട്ട് എത്തുകയും കൂടി ചെയ്യണം. ഇത് ടോട്ടൽ ഏകദേശം ഫിനിഷ് ചെയ്തെല്ലാം കൂടെ വന്നപ്പോൾ ഒരു 1.5 kg ഉണ്ടായിരുന്നു. കേക്ക് ഫിനിഷ് ചെയ്തെല്ലാം വിപ്പിംഗ് ക്രീമിൽ തന്നെയാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് റിച്ച് ഗോൾഡ് ആണ് കേട്ടോ. ഇവിടെ എൻ്റെ കേക്കിൻ്റെ കിച്ചണിൽ ഞാനൊരു ചെറിയൊരു പോട്ടിനകത്ത് ഒരു ചെടിയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പോട്ട് നോക്കിയാണ് ഞാനിത് ചെയ്തത്. സെയിം ഷേപ്പൊന്നും വന്നില്ലെങ്കിലും വലിയ വൃത്തികേടില്ലാതെ ചെയ്യാൻ പറ്റി. സാധാരണ കേക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഇപ്പോൾ പൊതുവെ ഇങ്ങനെ ടെൻഷൻ അധികം അങ്ങ് വരാറില്ല. പക്ഷേ ഇത് ഞാൻ നന്നായിട്ട് ടെൻഷൻ അടിച്ചു, ഒരാവശ്യമില്ലാതെ. എന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മൾ കേക്ക് ഒരു വിധത്തിൽ ഫിനിഷ് ചെയ്ത് ഫ്രിഡ്ജിൽ കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബോർഡ് സെറ്റ് ചെയ്യാം. ബോർഡ് ഞാൻ പ്ലെയിൻ ആയിട്ട് കൊടുക്കാണ്ട് ഫോണ്ടന്റ് വെച്ച് കവർ ചെയ്ത് എന്തെങ്കിലും ഒരു ഡിസൈനും കൂടെ കൊടുക്കണം എന്ന് ഓർത്താണ് ഇരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ കേക്കിൻ്റെ ബോർഡിൽ ഒരു ഗ്ലൂ സ്റ്റിക്ക് വെച്ച് അറ്റാച്ച് ചെയ്തിട്ട് കേക്ക് അതിൻ്റെ മുകളിലേക്ക് ഇറക്കി വെക്കാനാണ് പ്ലാന്. അപ്പം അതിനുള്ള ആ ഒരു സ്പേസ് നമ്മൾ ആദ്യമേ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അതിന് ശേഷമാണ് ഫോണ്ടന്റ് വെച്ച് ബോർഡ് കവർ ചെയ്യുന്നത്. ഈ ബോർഡ് ഞാൻ എറണാകുളം ബേക്കേഴ്സിൽ നിന്നാണ് മേടിച്ചത്. ഇങ്ങനത്തെ കട്ടിയുള്ള ബോർഡ് എവിടെ നിന്നാണ് കിട്ടണമെന്ന് ആരൊക്കെ ചോദിച്ച് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ ബോർഡ് നമ്മുടെ കേക്കിൻ്റെ മെറ്റീരിയൽസ് കിട്ടുന്ന ഷോപ്പിൽ അവൈലബിൾ ആണ്, അവരോട് ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ അവിടെ ഇല്ലെങ്കിൽ അവരോട് എടുത്തു തരാൻ പറഞ്ഞാൽ സാധാരണ നമുക്ക് വേണമെങ്കിൽ അവർ എടുത്തു തരും. ഇത് നല്ല കട്ടിയുള്ള ബോർഡാണ്, നല്ല ക്വാളിറ്റിയുള്ള ബോർഡായിരുന്നു. അപ്പോൾ ബോർഡിൽ കുറച്ച് ഗ്ലൂവോ അല്ലെങ്കിൽ നമ്മൾ വാട്ടറോ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഈ ഫോണ്ടൻ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഫോണ്ടൻ്റ് മുകളിൽ മാത്രമാണ് ഞാനിപ്പോൾ കൊടുത്തത്. അത് കഴിഞ്ഞ് ഞാൻ സൈഡിലും കവർ ചെയ്യുന്നുണ്ട്. പക്ഷേ സൈഡിൽ കവർ ചെയ്ത് ലാസ്റ്റ് എനിക്ക് പണി കിട്ടി. കാരണം നമ്മളത് എടുക്കുകയും വെക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതെന്തായാലും പൊളിഞ്ഞു പോരും. അതുകൊണ്ട് ഞാൻ സൈഡിലത്തേത് പിന്നെ ഇത് കട്ട് ചെയ്ത് ഫുള്ള് മാറ്റിയിട്ട് നമ്മുടെ റിബൺ വെച്ച് കവർ ചെയ്യുകയാണ് ചെയ്തത്. ഇനി നമുക്ക് ബോർഡിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് മറ്റേ ഇഷ്ടിക ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്ന ആ ഒരു ലുക്കില്ലേ, അങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ അതുകൊണ്ട് ടൂൾസ് വെച്ചിട്ട് വരച്ച് കൊടുത്ത് പിന്നെ അതൊന്ന് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് പെയിൻറ്റും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പ്ലെയിൻ ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ കാണാൻ അത്ര ലുക്കില്ല. അപ്പോൾ നമ്മുടെ എഡിബിൾ പെയിൻറ്റ് തന്നെ, ബ്രൗൺ കളറുള്ള എഡിബിൾ പെയിൻറ്റ് കുറച്ച് വാട്ടറൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ടാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഈ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഫോണ്ടൻറ്റ് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷമേ ചെയ്യാവുള്ളൂ.
ഇടയ്ക്കായിട്ട് കുറച്ച് ഡാർക്ക് ഷെയ്ഡും പിന്നെ കുറച്ച് ലൈറ്റ് ഷെയ്ഡും അങ്ങനെ നമ്മുടെ നോർമൽ വാട്ടർ വെച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്തത്. പിന്നെ ഇടയ്ക്കൂടെ കുറച്ചൊന്ന് വൈറ്റ് പെയിൻറ്റും കൂടെ ചെറിയൊരു ടച്ച് കൊടുത്തു. കുറച്ച് നേരം മാറ്റി വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പെയിൻറ്റ് നന്നായിട്ട് ഡ്രൈ ആകും. ഡ്രൈ ആയതിന് ശേഷം പിന്നെ നമ്മൾ യൂസ് ചെയ്യാവുള്ളൂ കേട്ടോ. ആ ഡ്രൈ ആയതിന് ശേഷം നമ്മൾ നടുക്കൊരു ഹോൾ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഹോളിൽ ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഡവൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് എന്തായാലും സേഫ് ആയിട്ട് അവിടെ ഇരുന്നോളൂ. നമുക്ക് അധികം ടെൻഷൻ ഇല്ലാതെ അങ്ങ് പോകാൻ പറ്റും. പക്ഷേ നമ്മളിങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ടെന്നുള്ളത് നമ്മുടെ ക്ലയൻറ്റിനോട് പ്രത്യേകം പറയണം. അത് മറന്നു പോകരുത് കേട്ടോ. പിന്നെ ഇങ്ങനെ എഴുതുന്നത് എങ്ങനെയാണെന്ന് കുറേ പേര് എനിക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. ഞാൻ നമ്മുടെ 0 പോയിൻറ്റ് ബ്രഷ് വെച്ചിട്ടാണ് എഴുതുന്നത്, എഡിബിൾ പെയിൻറ് വെച്ചിട്ട്. ഷെഫ് മാസ്റ്ററിൻ്റെ ബ്ലാക്ക് കളറാണ് ഞാൻ മിക്കപ്പോഴും മിക്കപ്പോഴും എപ്പോഴും തന്നെ എഴുതാൻ യൂസ് ചെയ്യുന്നത്. പോയിൻറ്റഡ് ബ്രഷ് എന്ന് വെച്ചാൽ തീരെ നൈസ് പോയിൻറ്റഡ് ആണ്. അങ്ങനെയുള്ള ബ്രഷ് വെച്ചിട്ട് എഴുതാനാണ് നമുക്ക് സ്മൂത്ത് ആയിട്ട് എഴുതാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മുടെ ഫോണ്ടൻറ്റ് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷമാണ് ഞാൻ എഴുതാറ്. ആദ്യമേ ഫോണ്ടൻറ്റ് ഇങ്ങനെ പരത്തി കട്ട് ചെയ്ത് മാറ്റി വെക്കും, എന്നിട്ട് ഡ്രൈ ആയതിനു ശേഷമാണ് എഴുതുന്നത്. എഴുതിയതിന് ശേഷം ഞാൻ കോൺഫ്ലോർ അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇനിയാണ് മെയിൻ ടാസ്ക്. നമ്മൾ ബോർഡിൽ ഫോണ്ടൻറ്റ് കവർ ചെയ്തതുകൊണ്ട് കേക്കിനെ എടുത്ത് വെച്ചിട്ട് പിന്നെ ഫിനിഷ് ചെയ്യൽ പരിപാടി നടക്കത്തില്ല. അപ്പോൾ ഫിനിഷ് ചെയ്ത കേക്കിനെ നമുക്ക് എടുത്തു വെക്കാൻ പറ്റത്തുള്ളൂ. അതൊരു നല്ല ടാസ്ക് ആണ്. കറക്റ്റ് സെൻറ്ററിലായിട്ട് എനിക്ക് ഇറക്കി കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഓർത്തു കുഴപ്പമില്ല, സൈഡിലൊരു പൂവൊക്കെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ, സാരമില്ല, എന്തായാലും സേഫായിട്ട് ഇറങ്ങി കിട്ടി. പറഞ്ഞില്ല, എനിക്ക് നല്ല ടെൻഷനായിരുന്നു. എനിക്ക് ഒന്ന് റിലാക്സ് ആയിട്ട് ചെയ്യാൻ പറ്റിയില്ല. എല്ലാം ഭയങ്കര ടെൻഷൻ അടിച്ചാണ് ചെയ്തത്. ഫോണ്ടൻറ്റ് ഹോം മെയ്ഡ് ഫോണ്ടൻ്റ് ആയിരുന്നു. അപ്പോൾ റോസൊക്കെ ഉണ്ടാക്കിയതാണെങ്കിലും എൻ്റെ ഫോണ്ടൻറ്റ് ഇത്തവണ ഞാൻ മിക്സ് ചെയ്തെടുത്തില്ല. മിക്സിങ്ങിൽ എന്തോ പ്രശ്നം പറ്റി, കുറച്ച് ഡ്രൈ ആയി, കുറച്ച് കൂടുതൽ ഡ്രൈ ആയിപ്പോയി. കാരണം ഞാൻ റോസൊക്കെ ചെയ്ത് കഴിയുമ്പോഴും ക്രാക്ക് വീഴുമായിരുന്നു. അപ്പോൾ കുറേ നേരം കൊണ്ടാണ് എനിക്കിതെല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്. പിന്നെ ഞാൻ ബോർഡ് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ബോർഡിലെ മറ്റേ ഫോണ്ടൻ്റ് ഒട്ടിച്ചതൊക്കെ പയ്യെ പൊങ്ങി പോന്നു. പിന്നെ അതൊക്കെ വീണ്ടും ഒട്ടിച്ച് കൊടുക്കേണ്ടി വന്നു. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായി. എന്നെ ഇമ്മ വരപ്പിച്ചു ശരിക്കും ഈ കേക്ക്. ഈ മണ്ണിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ റഷ്യൻ ഹണി കേക്ക് പൊടിച്ചതാണ് ഞാൻ കൊടുത്തത്. പിന്നെ നമ്മൾ കേക്കിൽ ഇങ്ങനത്തെ ഫ്ലവേഴ്സൊക്കെ കൊടുക്കുമ്പോൾ ഒരു സ്ട്രോ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആ സ്റ്റെം ഇറക്കി വിട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്കും ഇതിങ്ങനെ ആടി കേക്ക് കട്ടായി ഫ്രണ്ടിലേക്ക് ചാഞ്ഞ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ സേഫായിട്ട് അവിടെ ഇരുന്നോളും. ഈ ഫോണ്ടൻ റോസസിൻ്റെ ട്യൂട്ടോറിയൽ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കാർഡിൽ കൊടുത്തേക്കാം കേട്ടോ. എന്നെ കുറച്ചധികം കഷ്ടപ്പെടുത്തിയെങ്കിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫിനിഷ് ചെയ്യാൻ പറ്റി. പക്ഷെ ഞാൻ കൊടുത്ത എഫേർട്ട് അനുസരിച്ചും ഞാൻ എപ്പോഴും ചെയ്യുന്നതനുസരിച്ചും സത്യം പറയുകയാണെങ്കിൽ ഞാൻ 100% സാറ്റിസ്ഫൈഡ് അല്ല. കുറച്ചൊക്കെ പോരായ്മകളുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇതിലെ വെള്ളത്തുള്ളികളുടെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഹോം മെയ്ഡ് ന്യൂട്രൽ ജെല്ലാണ് യൂസ് ചെയ്തത്. നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം എഫേർട്ട് ഇട്ട് ചെയ്യുക. പക്ഷേ ലാസ്റ്റ് അവരുടെ ഭാഗത്തു നിന്നും ക്ലയൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് കേൾക്കുമ്പം നമ്മുടെ ആ കഷ്ടപ്പാടുകളെ നമ്മളങ്ങ് മറന്നുപോയില്ലേ. അല്ലെങ്കിലും നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടാൻ കഴിയണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ നന്നായിട്ട് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കേക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം കേട്ടോ. ഹലോ ചേച്ചി, ഞങ്ങൾ എപ്പോഴാണ് വരണ്ടേ? ഞങ്ങള് പട്ടാമ്പിന്ന് വരുന്നതേ ഉള്ളൂ. ഒരു 6 മണി 6:30 എന്തായാലും. ഓക്കെ, ഞങ്ങൾ എപ്പോഴത്തേക്ക് എത്തണം? ആ സമയത്ത് എത്തിയാൽ മതി. ഒരു 6:30 ആകുമ്പത്തേക്ക് എത്തിയാൽ മതി അല്ലേ? ഓക്കെ ശരി, താങ്ക് യു. ശരിക്കും ഞങ്ങൾ ടെൻഷൻ അടിച്ചതൊക്കെ വെറുതെയായിരുന്നു. ആ ഒരു ജാടയൊന്നുമില്ലാത്ത വളരെ ഹമ്പിളായിട്ടുള്ളൊരു പേഴ്സണായിരുന്നു ഹണി ചേച്ചി. അത് കൂടാണ്ട് ഹണി ചേച്ചി എൻ്റെ നാട്ടുകാരിയാണ് കേട്ടോ, തൊടുപുഴക്കാരി കൂടിയാണ്. അപ്പോൾ ആ ഒരു സന്തോഷം കൂടി എനിക്കുണ്ട് കേട്ടോ. Thank you so much. Thank you.